Operating laser actually that bastard may be sitting inside the car and maybe operating this laser, this and that application in his mobile. And we have the number anyway, car number KL31 KL31 3171 or 7131. ഏതാണെന്ന് അറിയണമല്ലോ ഇതിനെ. Today is November 23rd, Sunday, November 23rd, Sunday. Time is 12:47. KL30L 7131. അങ്ങനെ പണ്ട് വന്ന് കിടന്ന പോലെ ഇങ്ങനെ കിടക്കുക ഇവൻ. KL30L 7131. KL30L 7131. പത്ത് 90 വയസ്സായി മെഴുവേലിക്കാരിക്ക്. 95 96 വയസ്സായി. അവർക്ക് അസുഖം വരും. എനിക്ക് അസുഖം വരണം. എനിക്ക് പ്രായം 50 ആയില്ല, പിന്നെന്തോ എനിക്ക് അസുഖം വരാൻ. ഞാൻ പറയുക ചിലർക്കൊക്കെ എനിക്ക് അസുഖങ്ങളൊക്കെ പലത് വരണമെന്നൊക്കെ വലിയ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ അടിക്കുന്ന ഓരോമാരെ എൻ്റെ മുഖത്തോട്ട് അടിക്കുന്നത് ലേസറും അതും ഇതുമെല്ലാമായിട്ട് അടിച്ചിങ്ങനെ ഇരിക്കുക. എൻ്റെ ആൾക്കാർക്കൊക്കെ അമ്മ വീട്ടിലെ ആൾക്കാർക്കൊക്കെ നല്ല ആയുസ്. അതുകൊണ്ട് എനിക്കും ഉണ്ട്. 82 എഴുതിയിട്ടുണ്ട്. 66 എഴുതിയവർ 88 വരെ ഉണ്ടെങ്കിൽ 82 എഴുതിയവർക്ക് 100 കാണും. 100 വയസ്സ് കാണും. പോകാതെ ഇവിടെ കിടക്കുകയാണല്ലോ. എന്തുദ്ദേശിച്ച ഇവൻ? എന്തുദ്ദേശിച്ച പോകാൻ? പോയി നോക്ക്. വടി എവിടാ? അങ്ങോട്ട് പോയാൽ അവൻ ഇറങ്ങി. ഞാൻ അങ്ങോട്ട് പോയാൽ ചിലപ്പം പടി ഇല്ലാതെ പോകുമ്പോ ഞാൻ അങ്ങോട്ട് പിടിക്കാം. ഏത് മൂലയാ? എന്നാ പതിയെ ഇറങ്ങി. ഞാൻ വന്നാലെന്താ? ടാക്സി ഒന്നുമല്ല. രമേശൻ്റെ പഴം ഇത് കലേശം നമ്മളടുത്ത് അതായത്
അക്കദേശം എന്തുവാന്ന് ചോദിച്ചത് എന്തോന്നിട്ട് BJP-ക്കാരാ ഇല്ല അക്കദേശം എൻ്റെ മുഖത്തോട്ട് അടിക്കുന്നു ലേസറാ താളുണ്ടായിരിക്കും കയറി ഇരുന്ന് അടിക്കുക ലേസർ പരിപാടി. അവിടെ കയറി ഇരിക്കുന്നു ഇവള്. അപ്പം ഇവള് വർത്താനം പറയുന്നില്ല. അവളിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ശ്രീലത എന്ന് പറയുന്നവള്. അവള് മുമ്പേ ഇവിടെ വന്നിട്ട് ഇപ്പം അവനായിരിക്കുന്നില്ല. എത്ര നമ്പർ KL 30L 31 നമ്പർ അറിയത്തില്ല. എല്ലാ ജില്ലയിലും ആ നമ്പർ വരുന്നുണ്ട്. എല്ലാ ജില്ലയിലും 31 വരുന്നുണ്ട്. ആര് പറഞ്ഞത്? നമ്പർ എവിടെയൊക്കെയുണ്ട്. അവൻ്റെ കാണുമ്പോഴേ ഇല്ലേ വരുന്നത് ഓട്ടോക്കാരൻ്റെ. അവളും ഉണ്ടോ വർത്തമാനം പറഞ്ഞിടത്ത് അവൻ്റെ കൂടെ? അവള് തന്നെ ഇരിക്കുന്നു. ഇതിനകത്ത് ആരാ? നമ്മുടെ മുഖത്തോട്ട് അടിക്കുക ലേസറൊക്കെ ആയിട്ട് ഇരിക്കുക ഏതോ അവൻ. എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ അടിക്കുന്നു ലേസർ. ഭയങ്കര രോഗം എന്തായാലും. ഇവിടെ ഇങ്ങനെ ദിവസവും കാറൊക്കെ വന്ന് കിടക്കുക. അതുകൊണ്ട് നോക്കുക ഇതെന്തുവാണ്. ഇവിടെ കടയിൽ പോയാലോ? അതേപോലെ ഇവിടെ ഇങ്ങനെ എപ്പോഴും കാറ് വന്ന് കിടക്കുക. നമ്മുടെ വീടിന്റെ മുന്നിൽ വന്ന് കിടക്കുക. ഇവിടെ വന്നിങ്ങനെ നിൽക്കുക. ആളുകൾ വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക. നമ്മുടെ കണേറ സ്കൂളിലെ പണ്ടത്തെ വലിയ വീട്ടിൽ നിന്ന് പറയും. വലിയ വീട്ടിൽ നിന്ന് പറയും കുപ്പിള്ളുകാരായിരുന്നു. രാവിലെ ഉച്ചയ്ക്ക് പോരും. അവിടെ ആരുമില്ല. ഞാൻ മുമ്പേ പോയത്. എന്ത് കൊടുക്കാൻ പിന്നെ പോവാ? അടുത്തൊരു ലൈറ്റൊക്കെ ഓഫ് ചെയ്യണം. ലൈറ്റോ? ആരുമില്ലയോ വീട്ടില്? പോയി ലൈറ്റൊക്കെ ഇട്ടിട്ട് പോരും. പട്ടിയുണ്ടോ? അതിനൊക്കെ നോക്കണം. ആഹാരം കൊടുക്കണം. നമ്മുടെ വീട്ടിൽ വരുന്നതെന്നൊക്കെ കഥയുണ്ടാക്കുക. ഇത് ഇങ്ങനെ കാറ് വന്ന് കിടന്നേച്ച് ഇവിടെ വന്ന് കിടക്കുക. ഇവിടുന്ന് തിരിച്ചുകൊണ്ട് പോവുക. പറഞ്ഞാൽ എന്താ ഇങ്ങനെ നമ്മുടെ പല രീതിയിൽ നമ്മളെ എന്തുവാ പോകുന്നിടത്തൊക്കെ ഇങ്ങനെ ആൾക്കാർ പുറകിന് വരിക. ഇങ്ങനെ ഭയങ്കര ശല്യമാണ്. എന്തുവാന്നറിയത്തില്ല. ഇങ്ങനെ എന്നും വന്ന് ഇങ്ങനെ ഓരോ ആണുങ്ങൾ വന്ന് കിടക്കുക. എന്താ പറയാനോ? അറിയണമല്ലോ ഇത്. എന്താ ഇവിടെ ഇങ്ങോട്ട് വരാന് കുറ്റി ഇട്ടിട്ടുള്ളത്. ഇപ്പം ഇവിടെ പോകുന്നില്ലേ? ഇവിടെ മുമ്പേ സംസാരിച്ചിട്ട് ഇപ്പം ഇവർക്ക് പോകണ്ടായോ? സംസാരിക്കണ്ടായോ എന്നോട്? ഇവിടെ ഹോണടിച്ച് വിളിച്ചായിരുന്നു. ശ്രീലത എന്ന് പറയുന്നവളെ മുമ്പേ ഹോണടിച്ച് വിളിച്ചായിരുന്നു. അന്നേരം ഇവള് പോയായിരുന്നു. ഇപ്പം പോകണ്ടായോ? കഴിക്കല്ലേ അവൾക്ക്? അവിടെ പോയി സംസാരിച്ച് ഇപ്പം അവളിങ്ങനെ അവിടെ മാത്രം ഇരിക്കുന്നു. പോകുന്നില്ലേ? എന്തെല്ലാം ഡ്രാമകളാ. ആര്? എന്നെക്കുറിച്ച് കഥ ഉണ്ടാക്കണ്ടെന്നാ പറഞ്ഞത്. അടുപ്പമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെക്കുറിച്ചാണ് കഥ ഉണ്ടാക്കുന്നത്. അതിപ്പം ഉണ്ടാക്കണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. മനസ്സിലായില്ലയോ? കൂടുതൽ കഥയൊന്നും ഇവിടെ ഉണ്ടാക്കണ്ട. കഥയുണ്ടാക്കി തിന്നുന്ന കുറേ ആൾക്കാർ. എവിടെ ഇറങ്ങ? ആ ശ്രീലതയല്ലേ? ഈ ശ്രീലതയുടെ കാര്യമാണ് പറഞ്ഞത്. ഈ ശ്രീലതയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവിടെ കാര്യം പറയാൻ ഇവളെയാ വിളിച്ചത് ഇപ്പം. അവിടെ ഇവരുടെ അമ്പലത്തില് വന്നു.
ഇപ്പോൾ അവൾ ഇങ്ങനെ കാര്യം പറ്റിയോ അവൾക്ക് എത്ര പറ്റുമോ നീയൊക്കെ സാധനങ്ങൾ മാറ്റി കൊടുക്കുക നീ ഓരോരുത്തരെ വലിയ ആളാക്കിയത് ഓഹോ സാധനങ്ങൾ വലിയ ആൾക്കാർ കൊടുത്തത് ജോലി ചെയ്തിട്ട് അതായത് ഇപ്പോഴും അങ്ങനെ എന്താ ഞാൻ ഓഫീസിൽ പോയ സീനിയർമാരെ കണ്ടുപിടിച്ച് പോയാൽ അവന്മാരെ പിടിക്കുക ഇങ്ങനെ ഞാൻ ആരോട് ഇതാക്കുന്ന അവന്മാരെ എല്ലാം പിടിച്ച് എനിക്കെതിരെ ആക്കുന്ന പരിപാടി ഇത് പണ്ടും ഇന്നും എല്ലാം ഉള്ളതാണ്. പണ്ടും ഇതുപോലെ തന്നെ അവൾമാരൊന്നും എനിക്കെതിരെ അല്ലായിരുന്നു. അവൾമാരെ എല്ലാം ഇങ്ങനെ എതിരാക്കി ഇങ്ങനെ ഇതാക്കി നടക്കുക ജോലി. ചുമ്മാ ഒന്നും പറയണ്ട. എല്ലാ അവൾമാരുടെയും അവന്മാരുടെയും ജോലി ഏതാണെന്ന് എനിക്കറിയത്തില്ല. സീനിയർ കിട്ടരുത് അതാണ് എൻ്റെ ഉദ്ദേശം. നീ ജോലിക്ക് പോകരുത്. ഡിസംബറിൽ നിനക്കൊരു ജോലി തരാൻ അവനൊന്നും ശരിയല്ല. എനിക്കറിയാം, അവനെ മനസ്സിലായി എനിക്ക്. അതൊക്കെ എനിക്ക് മനസ്സിലാവും. എന്താ പേര് ഡിസംബറിൽ ജോലി തരാൻ പോവാൻ പറഞ്ഞിട്ട് അവിടെ ആരും പോകുന്നില്ല. വലിയ കമ്പനിയാണോ അത്? അല്ല പിന്നെ അത് ഓരോരുത്തരുടെ ഓരോ രീതി കാണുമ്പോൾ നമുക്കറിയാം. കള്ളറുടെ രീതികളൊക്കെ എന്തുവാണെന്ന് കാണുമ്പോൾ മനസ്സിലായില്ലയോ? അത്രയേ ഉള്ളൂ, കൂടുതലൊന്നും പറയണ്ട. കള്ളറുടെ രീതിയൊക്കെ നമുക്ക് നല്ലപോലെ അറിയാം. പോകണ്ട ഇതുവരെ ആരുടെയും ഇതുകൊണ്ട് സീനിയറായതുകൊണ്ട് വിറ്റുകൊണ്ടല്ലേ ജീവിച്ചത്. ഞാൻ തൽക്കാലം എങ്ങനെയാണ് പോകാറുള്ളത് പോലെ